ഏതായാലും ഈ മാസം മുതലാളിക്ക് കണക്ക് കൊടുക്കുമ്പോൾ മുതലാളി ഇടയ്ക്ക് അന്തം വിടും. ഓട്ടം എന്ന് പറഞ്ഞ സംഭവമില്ല. കഴിഞ്ഞ മാസം അത്യാവശ്യം ഓട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വെച്ച് മോശമാണെങ്കിലും ഈ മാസം നോമ്പായ ദിവസം ഒരു പണിയില്ല. പൊതുമേഖല ആകെ സ്തംഭിച്ച് കിടക്കുകയാണ്. പെരുന്നാളാണ്, കുട്ടികളുടെ ഡ്രസ്സിന് തിരക്ക് കൊണ്ടിട്ട് വേണം. എന്തൊക്കെ ചെയ്യാന്ന് എനിക്കൊരു കുർത്തില്ല. ഞാൻ ഇങ്ങനെ ഒന്നും അറിയാത്ത വഴി നടക്കണേ. നോമ്പ് കഴിയാനായി. ഇപ്പൊ നോമ്പ് 27 ആയില്ലേ? നമുക്കിപ്പോ ഡ്രസ് എടുക്കുക. ഇത് കൂട്ടുകാരന്മാർക്കൊക്കെ ഡ്രസ് എടുത്തു. കുട്ടിമോനെ, ഡ്രസ്സ് എടുക്കാൻ ഊതില്ലായിട്ടൊന്നുമല്ല. ഞാനിപ്പോൾ ആകെ ചിന്തിച്ച് നടക്കണേ എന്താ ചെയ്യാന്ന്. എനിക്കറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷന്. എല്ലാവരും പണി കയറാറില്ലായിട്ട് ആകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. വളരെ മോശമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. പക്ഷെ ഞാൻ ഇന്നെടുക്കാൻ നാളെടുക്കാൻ വെച്ചാൽ ഇങ്ങനെ നോക്കുകയാണ്, ഒരു വഴിയും കാണുന്നില്ല. നമ്മളിപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് അധികം ദിവസമായിട്ടില്ല. നോമ്പിൻ്റെ തൊട്ടാഴ്ച മുമ്പായിരുന്നല്ലോ കുഞ്ഞാളോടത്തെ കല്യാണം. അതിന് നമ്മൾ ഡ്രസ്സ് എടുത്തില്ല. അതാകെ ഒരു പ്രാവശ്യമല്ല കുട്ടിമോനെ നമ്മൾ ഇട്ടത്. എൻ്റെ പൊന്നു മോനെ, ആ ഡ്രസ്സ് ഇടണം ഈ പെരുന്നാൾക്ക്. നമ്മളെ അവസ്ഥ മനസ്സിലാക്കി കണ്ട് ആ ഡ്രസ്സ് ഇട്ടാൾ നിങ്ങളെല്ലാവരും കേട്ടാ. ഒരു വഴിയില്ലായിട്ടാണ് ഇപ്പൊ പറഞ്ഞിട്ടാ. പക്ഷെ ഞങ്ങളെ കൂട്ടുകാരന്മാരെല്ലാരും കണ്ട ഡ്രസ്സ് ഇനിയിപ്പോ പഴയതായിട്ട് ഇപ്പൊ ഈ പെരുന്നാളിന് ഓടുമ്പോ ഇന്നും ഞാൻ ഓൾറെഡി ആ പഴയ ഡ്രസ്സെല്ലാം ഇട്ടാണ് പോണ്ടത്. എൻ്റെ കുട്ടിമോനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. ഏതായാലും ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ബജ്ജില്ല, എന്നെ കൊണ്ട് കജ്ജില്ല. നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കളി, എനിക്കറിയില്ല. എന്താ പറ്റി? ഇപ്പാടെ ഡ്രസ്സ് എടുക്കാൻ ചോദിച്ചു. നോമ്പ് 27 ആയി, ഡ്രസ്സ് എടുത്തിട്ടില്ല. ഞാൻ ഇപ്പാട് ചോദിച്ചപ്പോ ഇപ്പൊ പറഞ്ഞു ഇപ്പാടേക്ക് പൈസ ഇല്ല, ഒരു വയ്യില്ല. ഇത് എന്തിനാ ഇപ്പാനോട് ചോദിക്കാൻ പോയി? ഇപ്പാന്റെ മനസ്സിലെല്ലാം ഉണ്ടാവൂലേ? എന്തിനാ ചോദിക്കാൻ? പാവല്ലേ, ഇപ്പാന്റെ മനസ്സിലെല്ലാം ഉണ്ടാവും. ഡ്രസ്സ് എടുക്കണതും എല്ലാം നമ്മളെപ്പാരെ മനസ്സിലുണ്ടാവും. നമ്മൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. അത് ആ സമയമാകുമ്പോ ഇപ്പൊ എല്ലാം എടുത്തു. ഇത് എന്തിനാ ഇപ്പാനോട് അങ്ങനെ ചോദിക്കാൻ പോയി? അതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ. ഇപ്പാണ്ടേക്ക് എന്നും ഈ പൈസ തോർത്താലേ പറയണം. എന്താ ചെയ്യാൻ? പടച്ച തമ്പുരാനെ, ഞാൻ എന്താ ഇപ്പൊ കാട്ടെ. കുട്ടിയൊക്കെ അറിയില്ല ഇപ്പൊ ഈ പണിയില്ലാത്തും കാര്യങ്ങളൊന്നും. ഒരു പണിയും കിട്ടാല്ല, വണ്ടിക്കൊരു ഓട്ടമില്ല. ഇനിയിപ്പോ ഞാൻ ഡ്രസ്സ് എടുക്കുക എന്ന് പറയേണ്ട കുട്ടികളെ എന്താ ഞാൻ ചെയ്യാ എനിക്കറിയില്ല. എൻ്റെ കുട്ടിയോടാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞും ചെയ്ത് എൻ്റെ കുട്ടീനെ മനസ്സിൽ വിഷമിച്ചിക്കണമെന്നറിയില്ല. ഒരു വഴി കാണാൻ എൻ്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞാണ് ഞാൻ. ഇപ്പൊ എന്താ ചെയ്യാന്നറിയില്ല. പടച്ചോനെ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചിട്ട് റബ്ബേ. നല്ല ഓട്ടം ഉണ്ടാവും. മുനീറാണ് വണ്ടിന്റെ മുനീർ. ഹലോ, അസ്സലാമു അലൈക്കും. മുസ്തഫ, രാജീവിന് ഒരു എംസാൻ്റെ ഗേറ്റ് കൊണ്ടായിട്ട് കൊടുത്താ വേഗം ചെല്ലിട്ടാ. സർഫിനോട് പറഞ്ഞു ചെയ്താളെ. ആയിക്കോട്ടെ സർഫൂനെ അപ്പൊ വിളിച്ചോളാം. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ഹലോ സർഫോ. അല്ലേ, മുനീറെ വിളിച്ചിന്ന് നമുക്കൊരു ലോഡ് കയറ്റാണ്ടായിന്ന്. ഇപ്പോ അർജന്റ് ലോഡായിന്ന്. ഇപ്പൊ ലോഡ് കയറ്റാൻ പറ്റൂല. ഇപ്പൊ തന്നെ 4 കയറ്റിയാണ് നിൽക്കുകയാണ്. ഈ നട്ട് ഉച്ച വെയിലത്ത് എവിടെ എത്താൻ എനിക്ക് നോമ്പ് നടക്കേണ്ട കാര്യമില്ല. ഓനോട് പറഞ്ഞാൽ അപ്പൊ പറ്റില്ലാന്നുള്ളത്. എത്ര വെയിക്കണ്ടത്? നോമ്പാണ്, നല്ല കൊടും ചൂടാണ്. ഓൻ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് പണിക്ക് പണിയനെ വേണ്ടേ. ഓനക്ക് ആ ഓട്ടോർച്ച് ഓടിയിട്ടൊക്കെ എന്തെങ്കിലും കിട്ടും. എന്റെ കജ്ജിലിപ്പോ ഒന്നുമില്ലേ. മുനീറിനെ വിളിച്ചുകൊണ്ട് പറയാം, ആ ലോഡ് ഞാൻ കയറ്റിക്കോളാം. മുനീറ, സർഫ് വെയിലാണ്, ചൂടാണ്, നോമ്പല്ലേ, കയറ്റാൻ വെക്കൂലെന്ന് പറഞ്ഞു. ഓൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്ന് 5-6 ലോഡ് ഓൻ കയറ്റിയതാണ്. നോമ്പും നോറ്റി വെയിലും കൊണ്ട് കണ്ട്. എനിക്കാണെങ്കിലേ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. പെരുന്നാളൊക്കെ അല്ലേ. അപ്പം ഞാൻ ആ ലോഡ് ഞാൻ തന്നെ കയറ്റിക്കാണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയി തട്ടിക്കോളാം കേട്ടാ. ആയിക്കോട്ടെ.
ഇപ്പൊ എപ്പോഴാ വരിക? ഞാൻ ആ ക്ലബിലൊന്ന് പോയി കണ്ടല്ലോ. അസ്സലാമലൈക്കും. ഇജ്ജ് വന്നാ? എന്തേ മുഖം വല്ലായിരിക്കണം? എന്താ പറ്റി? പോയ ഉഷാറൊന്നുമില്ലല്ലോ ഇപ്പോ. എന്താ പറ്റി? ഉമ്മ, ഞാൻ നേരത്തെ ആ ക്ലബ്ബ് പോയപ്പോഴേ വണ്ടിന്ന് കണ്ട് ഇപ്പൊ നട്ടുച്ച വെയിലൊക്കെ നോമ്പ് നേറ്റിയോടെ എംസാന് കുത്തി കയറ്റണം. ഇപ്പൊ ലോറിയിൽ ഡ്രൈവറല്ലേ, ഇവരെന്തിനാ കുത്തി കയറ്റണ്? ചിലപ്പോ ഞാൻ പറഞ്ഞിട്ടായിട്ടാവൂലേ. ഞാൻ കണ്ട് ഇപ്പൊ നട്ടുച്ച കുത്തി കയറ്റണം. എനിക്ക് ഭയങ്കര വിഷമായി. അതാ സാറില്ല. അങ്ങനെയാണ് ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തിണ്ടാക്കുന്ന വഴിക്ക് ഡ്രസ്സ് വാങ്ങണം പല ചിന്തയായിട്ടാണ് ഇറങ്ങിപ്പോണത്. എല്ലാ ഉപ്പമാരും അങ്ങനെയാണ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കണത് നല്ലതാണ്. ഇപ്പൊ കണ്ടില്ലപ്പാൻ്റെ അവസ്ഥ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനും വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചിന്തിക്കുക, എല്ലാം കിട്ടും. അപ്പൊ ഇനി സാറല്ലേ ഇജ്ജ് വന്നതിന് ശേഷം ഇപ്പാട് പറഞ്ഞാൽ മതി. സോറി പറയാം, ഞാൻ പറഞ്ഞത് ശരിയായില്ല കേട്ടാ. അത്ര ചെയ്യാനുള്ളൂ. കുട്ടികളെ, കുട്ടിമോനെ ഇവിടെ വന്നാ? ഇപ്പൊ വന്നത് നമ്മൾ പോയി ഒക്കെ വാക്കണേമ. കുറച്ച് കായ്പാല സ്നേഹിതം തന്നിട്ടുണ്ട്. അപ്പൊ ഈ കായിട്ട് പോയിട്ട് എന്റെ കുട്ടി ഏതാ ഡ്രസ്സ് മാണ്ടിച്ച കോട്ടൊക്കെ പോയിട്ടോളി. ഇതിൽ കായ് കമ്മിയിലാണെങ്കിൽ ഇതിന് പറ്റിയതിൽ ഒതുങ്ങണ എടുത്താകുമ്പോ എന്റെ കുട്ടി പെരുന്നാൾക്ക് ഡ്രസ്സാകുമല്ലോ. എന്റെ കുട്ടി എന്നാ കോട്ടൊക്കെ പോയിക്കോളിട്ടാ. ഞാൻ കറങ്ങണില്ല.
എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ കുട്ടിക്ക് പറ്റി? ഈ പൈസ നിങ്ങൾ അവിടെ വെച്ചോളി. ആ കല്യാണത്തിനടുത്ത ഡ്രസ്സ് എടുത്തോളാം. പെരുന്നാളാണ്, കുറെ ആവശ്യങ്ങളുണ്ടാവും. ഞാൻ കല്യാണത്തിനടുത്ത ഡ്രസ്സ് ഇട്ടോളാം, കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ ഇറങ്ങാറ് ഞാൻ കൊണ്ടുവരുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. നമുക്ക് ഇനി ഇപ്പാൻ്റെ ഒക്കെ പൈസ ഉണ്ടാവുമ്പോൾ എടുക്കാം. നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവരണ ഞാൻ അറിഞ്ഞില്ല. കുഴപ്പമില്ല. മാളുവാ, എന്താ നമ്മളെ കുട്ടി ഇങ്ങനെ പറഞ്ഞേ? അപ്പോൾ അന്നാന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ഒട്ടുമിക്ക മാതാപിതാക്കളുടെയും അവസ്ഥ ഇതാണ്. സാഹചര്യവും സന്ദർഭവും നോക്കി നമ്മൾ മക്കൾ മാതാപിതാക്കളോട് പെരുമാറുക. അവർ നമുക്ക് എല്ലാം നേടിത്തരും, എന്ത് ത്യാഗവും സഹിച്ച്. അപ്പോൾ ഈ കൊച്ചുകഥ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇത് എല്ലാ കുട്ടികൾക്കും ഒരു പാഠമാവട്ടെ. അപ്പോൾ ഞങ്ങളുടെയും, അതായത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉപ്പയും മക്കളും എന്ന യൂട്യൂബ് ചാനലിൻ്റെയും എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്.